നമസ്കാരം. തദ്ദേശ ഭരണമന്ത്രി കെ ടി ജലീലാണ് മീറ്റ് എഡിറ്റേഴ്സിൽ ഈ ആഴ്ച. വളരെ നന്ദി മിനിസ്റ്റർ. കന്നുകാലികളെ ഇറച്ചിക്കടകൾക്ക് വിൽക്കാൻ പാടില്ല എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം, ആദ്യം അതിനോട് എങ്ങനെയാണ് സംസ്ഥാനം പ്രതികരിക്കേണ്ടത്? വളരെ ശക്തമായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ പ്രതിഷേധം അക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കും. BJP തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഭക്ഷണമാക്കാൻ ഉപയോഗിക്കുന്ന മാംസത്തിനൊന്നും വിലക്കൊന്നുമില്ല, ഇത് കൃഷിക്കാവശ്യമായ കന്നുകാലികളെ ദുരുപയോഗിക്കുന്നത് തടയുന്നതിന് വേണ്ടിയാണ് എന്നാണ്. ഇന്ന് തന്നെ നിങ്ങൾ ഈ കൊച്ചി നഗരത്തിലെ ഇറച്ചിക്കടകൾ പോയി പരിശോധിച്ച് നോക്കിയാൽ അറിയാം. പ്രധാനപ്പെട്ട കടകളെല്ലാം ഇന്ന് അടഞ്ഞു കിടക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഇന്ന് വരുമെന്നുള്ള പ്രതീക്ഷയിൽ അവർ നിന്നിരുന്നുവെങ്കിലും കന്നുകാലികൾ എത്തിയില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചതെന്നാണ് അവർ പറഞ്ഞത്. ഇത് കന്നുകാലികളോടുള്ള സ്നേഹം കൊണ്ടുണ്ടായിട്ടുള്ളതല്ല. സുപ്രീം കോടതിയിൽ ഒരാളൊരു കേസ് കൊടുത്തു. ബംഗ്ലാദേശിലേക്കും നേപ്പാളിലേക്കും കന്നുകാലികളെ കയറ്റിക്കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട്. അതോടനുബന്ധിച്ചാണ് സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നത്. അതിനെ ആസ്പദിച്ചാണ് കേന്ദ്ര ഗവൺമെൻറ് രാജ്യവ്യാപകമായി കന്നുകാലികളെ കൊണ്ടുപോകാൻ പാടില്ല, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പാടില്ല, ഒരുപാട് റെസ്ട്രിക്ഷൻസും ഏർപ്പെടുത്തിക്കൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. സത്യത്തിൽ പ്രിസർവേഷൻ ഓഫ് ആനിമൽസ് എന്ന് പറയുന്നത് സംസ്ഥാന സബ്ജക്റ്റാണ്. കൺകറൻറ്റ് ലിസ്റ്റിലുള്ളതാണ് എന്ന വാദം അംഗീകരിച്ചാൽ തന്നെ സംസ്ഥാന സർക്കാരുകളോട് അക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അഭിപ്രായം ചോദിക്കേണ്ടതായിരുന്നു. ഏകപക്ഷീയമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് പുറപ്പെടുവിച്ച ദിവസം അതാണ് വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത്. റംസാൻ ആരംഭിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാംസാഹാരം റംസാനിന് പ്രത്യേകിച്ച് ഒരു വിഭവമാണ്. കേരളത്തിലൊന്നും ഒരുപക്ഷെ അത് വേണ്ടതുപോലെ ഏശിയെന്ന് വരില്ല. പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് മുസ്ലിങ്ങളെ വളരെ പ്രയാസപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് പ്രഖ്യാപിച്ച ദിവസം അതൊരു യുദ്ധപ്രഖ്യാപനമാണെന്ന് സൂചനയാണോ? മുമ്പ് സദ്ദാം ഹുസൈനെ അമേരിക്കൻ ഭരണകൂടം തൂക്കിലെറ്റിയത് ഒരു പെരുന്നാൾ ദിവസമായിരുന്നു. ഇറ്റ് വാസ് എ മെസ്സേജ്. എല്ലാ മുസ്ലിം രാജ്യങ്ങളിലുള്ള ഭരണാധികാരികൾക്കും ഒരു താക്കീതായിരുന്നു അത്. സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? എന്തൊക്കെ നിയമ നടപടികളാണോ സ്വീകരിക്കേണ്ടത് അതെല്ലാം സ്വീകരിക്കും. അതിൻ്റെ പോസിബിലിറ്റീസ് ഇതിനകം തന്നെ ആശയവിനിമയം നടത്തി കഴിഞ്ഞിട്ടുണ്ടോ? നിയമമന്ത്രിയുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്, നിയമ സെക്രട്ടറിയുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്താണ് അതിൽ സാധിക്കുക? ഇതിനെ നിയമപരമായി ഹൈക്കോടതിയിൽ, സുപ്രീം കോടതിയിൽ എല്ലാം തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം. പക്ഷേ ഈ വിഷയത്തിൽ 20 സംസ്ഥാനങ്ങളോളം ഗോവധ നിരോധനം നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചാബ്, ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങൾ, വലിയ സംസ്ഥാനങ്ങൾ എല്ലാവരും മെജോറിറ്റിയും സസ്യാഹാരികളാണ്. അപ്പോൾ അത്തരം സംസ്ഥാനങ്ങളിൽ നേരിട്ട് ബാധിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഒരു പ്രതിഷേധം ഒറ്റപ്പെട്ടതാവില്ലേ? ഒരിക്കലുമല്ല. ഗോവധ നിരോധനം നമുക്ക് മനസ്സിലാക്കാം. നമ്മളുടെ ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഗോവധ നിരോധനം, മദ്യനിരോധനം, കോമൺ സിവിൽ കോഡ്, ഇതിനെക്കുറിച്ചെല്ലാം പരാമർശമുണ്ട്. പക്ഷേ പോത്തുകളുടെ കാര്യത്തിൽ, കാളകളുടെ കാര്യത്തിൽ, ഒട്ടകങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ എത്ര പേരാണ് ഒട്ടകം ഭക്ഷണമായിട്ട് കഴിക്കുന്നത്? അറേബ്യയിൽ വ്യാപകമാണ് ഒട്ടകത്തിൻ്റെ ഇറച്ചി. ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ ഒട്ടകത്തിൻ്റെ ഇറച്ചി തിന്നുന്നുണ്ടോ എന്നുള്ള കാര്യം ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ ഈ നിയമം എന്തുകൊണ്ട് ആടുകൾക്ക് ബാധകമാക്കിയില്ല, പന്നികൾക്ക് ബാധകമാക്കിയില്ല, പട്ടികൾക്ക് ബാധകമാക്കിയില്ല? പാമ്പുകളെ തിന്നുന്ന ആളുകളുണ്ടല്ലോ നമ്മളുടെ നാട്ടിൽ, അതിനൊന്നും ബാധകമാക്കിയില്ല. പോത്തിനും കാളക്കും ഒട്ടകത്തിനും മാത്രമായി ഈ ആനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് എങ്ങനെയാണ് ബാധകമാക്കുക? ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം, വേണ്ട വിധത്തിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇത് എങ്ങോട്ടാണ് കൊണ്ടുചെന്ന് എത്തിക്കേണ്ടത്? ഇത് കൃത്യമായിട്ടുള്ള ഫാഷിസ്റ്റ് സൂചനകളാണ് എങ്കിൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? ഒരിക്കലുമല്ല. ഓരോന്നായിട്ടാണ് എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുക. ഒറ്റയടിക്ക് എല്ലാം കൂടി സംഭവിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഓരോ മേഖലയിൽ ഇതിങ്ങനെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതിനെ കാണേണ്ടത്. എന്തിനാണ് ലോകത്ത് ഏറ്റവും അധികം പോത്തിറച്ചി കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ.
25 ലക്ഷത്തോളം ആളുകളാണ് ആ മേഖലയിൽ തൊഴിലെടുക്കുന്നവർ. മഹാഭൂരിഭാഗവും ഹൈന്ദവ സമുദായത്തിൽപ്പെടുന്ന താഴ്ന്ന ജാതിയിൽപ്പെടുന്ന ആളുകളാണ്. അവരാണ് ഇതിൻ്റെ ഫാമുകൾ, ഇതിനെ വളർത്തുന്നത്, ഇത് വലിയ ഉപജീവന മാർഗമാക്കി ജീവിക്കുന്നവർ. എല്ലാ വിഭാഗം ആളുകളും ഇത് ഭക്ഷിക്കുന്നുമുണ്ട്. കേരളത്തിൽ 97% മാംസാഹാരം കഴിക്കുന്നവരാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിനോട് അഭിപ്രായം ചോദിച്ചിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ഈ പറഞ്ഞ കണക്കുകൾ നിരത്തിക്കൊണ്ട് ഒരു ഉത്തരം നൽകുകയും ചെയ്യുമായിരുന്നു. ഇതിന് സമാനമായ രീതിയിൽ തന്നെ അഭിപ്രായങ്ങളുണ്ടായിരുന്നു നോട്ടുകൾ പിൻവലിക്കപ്പെട്ട വേളയിൽ. ഇതിന് സമാനമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉയരുമെന്ന് തോന്നിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒന്നുമില്ലാതെ അത് അടിഞ്ഞു തീരുകയും ചെയ്തു. അതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഈ എതിർപ്പ് അല്ലെങ്കിൽ പ്രക്ഷോഭം അത് ഒരു സ്വാഭാവികമായ പരിസമാപ്തിയിലേക്ക് എത്തി നമ്മളതിന് വിധേയപ്പെടുന്ന രീതിയിലേക്ക് വരില്ല എന്ന് എന്താണ് ഉറപ്പ്? ഒരിക്കലും അങ്ങനെ ഒരു പരിസമാപ്തി അതിനുണ്ടാവില്ല. ഒരു നോട്ട് പിൻവലിക്കപ്പെട്ടുവെങ്കിലും മറ്റു നോട്ടുകൾ വന്നു. പക്ഷേ ഇക്കാര്യത്തിൽ അങ്ങനെ അല്ലല്ലോ. ഇത് നമ്മൾ എന്ത് കഴിക്കണമെന്ന് ഭരണകൂടം എങ്ങനെ നിശ്ചയിക്കും? ഇങ്ങനെ പോയാൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ അരിയാഹാരം നിങ്ങൾ കഴിക്കരുത് എന്ന് വിലക്ക് വരില്ലേ? ഉത്തരേന്ത്യയിലൊക്കെ ഉള്ളതുപോലെ തന്നെയുള്ള ഭക്ഷണം നിങ്ങൾ പിന്തുടരണം എന്ന് പറയില്ലേ? ഇന്നതേ നിങ്ങൾ ഉടുക്കാവൂ, ആരും ഹിജാബ് ധരിച്ചുകൊണ്ട് ഇനി സ്കൂളിൽ വരാൻ വേണ്ടി പാടില്ല, പുറത്തിറങ്ങാൻ വേണ്ടി പാടില്ല, അങ്ങനെയൊക്കെ പല രാജ്യങ്ങളിലും നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അങ്ങനെ ചില അഭിപ്രായങ്ങളിലേക്ക് ഇത് നീങ്ങും. അത് രാജ്യത്ത് വലിയ സംഘർഷവും കാലുഷ്യവും ഉണ്ടാക്കും. ഇന്നിപ്പോൾ കർണാടക മുഖ്യമന്ത്രി പറഞ്ഞു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളോട് അഭിപ്രായം ചോദിച്ചിട്ട് വേണ്ടത് ഇക്കാര്യത്തിൽ ചെയ്യും എന്ന്. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു നിയമനിർമ്മാണം നടത്തണമോ എന്ന കാര്യം ആലോചിക്കും, ഇതിലൊരു ഭരണഘടനാ ലംഘനമുണ്ട് എന്ന്. അതുകൊണ്ടാണ് സംസ്ഥാനം ഏത് രീതിയിലാണ് ഇത് ഉയർത്തിക്കാട്ടുന്നത്, എത്രയും താമസിക്കാതെ എങ്ങനെയാണ് ഇതിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നത് എന്ന് ചോദിക്കുന്നത്. നമ്മളുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തിന് എതിരായിട്ടുള്ളൊരു കാര്യമാണിത്. ഗോവ BJP ഭരിക്കുന്ന സംസ്ഥാനമല്ലേ? ഗോവധ നിരോധനം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഗോവയിൽ നടപ്പിലാക്കിയിട്ടില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ BJP പറഞ്ഞത് ഗോവയിൽ ഞങ്ങൾ ഗോവധ നിരോധനം ഏർപ്പെടുത്താൻ തയ്യാറല്ല എന്നുള്ളതാണ്. കാരണം ഗോവ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്ന് ആളുകൾ എത്തും. ഗോവയുടെ ടൂറിസ്റ്റ് സാധ്യത അത്തരം നിയമനിർമ്മാണങ്ങൾ നടത്തിയാൽ ഇല്ലാതാകുമെന്ന ഭയപ്പാടാകാം BJPയെ അതിന് പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ ഭരണ നടപടികൾ മാത്രമല്ല, മുത്തലാഖ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. എന്നാൽ മറ്റ് സമുദായാംഗങ്ങൾക്കിടയിലും ആ നിലയിലുള്ള ഒരുപക്ഷെ നമുക്ക് നേരിട്ട് അംഗീകരിക്കാൻ കഴിയാത്ത പല കാര്യങ്ങൾ. ഇപ്പോൾ വാരാണസി പ്രധാനമന്ത്രിയുടെ മണ്ഡലം തന്നെ, അവിടെയാണ് ഏറ്റവും കൂടുതൽ ഹിന്ദു വിധവകളുള്ളത്. അവിടെ വിധവകളെ കൊണ്ട് തള്ളുകയാണ്. അപ്പോൾ എല്ലാ മതങ്ങളിലും ആ നിലയിൽ ഒരുപക്ഷെ തിരുത്തപ്പെടേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്രധാനമായും മുസ്ലിങ്ങൾ കഴിക്കുന്നു എന്ന് കരുതുന്ന ബീഫിൻ്റെ മേൽ കടന്നു കയറും. ഇതിനകത്ത് താങ്കൾ നേരത്തെ പറഞ്ഞ ഭരണഘടനയുടെ വ്യത്യസ്ത ഘടകങ്ങൾ ഒരു സമുദായത്തിനെതിരെ തിരിയുന്നുണ്ടോ? മുത്തലാഖുമായി ബന്ധപ്പെട്ട വിഷയം ഇതുമായി നമ്മൾ ചേർത്ത് വായിക്കേണ്ട കാര്യമില്ല. കാരണം മുത്തലാഖിൻ്റെ വിഷയത്തിൽ മുസ്ലിം സംഘടനകൾക്കിടയിൽ തന്നെ മുത്തലാഖ് ശരിയല്ല എന്നുള്ള അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. മുത്തലാഖുമായി ബന്ധപ്പെട്ട വിഷയം ഈ ബീഫ് നിരോധനവുമായി കാളകളുടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വന്നിരിക്കുന്ന നിയമത്തോട് ചേർത്ത് വായിക്കേണ്ടതല്ല. ഇത് വലിയ പ്രശ്നം നാട്ടിലുണ്ടാക്കും. പ്രത്യേകിച്ച് ജല്ലിക്കെട്ടുമായി ബന്ധപ്പെട്ട് BJPയുടെ നേതാക്കന്മാർ പറഞ്ഞത് അത് ഇന്ത്യയിലെ ഒരു വിഭാഗത്തിൻ്റെ ആചാരമാണ്, അവരുടെ അനുഷ്ഠാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് എന്നാണ്. ബലികർമ്മം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആചാരത്തിൽപ്പെടുന്നതാണ്. ബലി പെരുന്നാൾ എന്നാണ് പെരുന്നാളിൻ്റെ പേര് തന്നെ. അതിൻ്റെ പ്രതീകമായി ബലിയെറുക്കുന്നു നാൽക്കാലികളെ. എന്നിട്ട് അതിൻ്റെ ഇറച്ചി സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്കൊക്കെ, മക്കത്തൊക്കെ അറുക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിലെ പട്ടിണി കിടക്കുന്ന രാജ്യങ്ങളിലേക്കാണ് കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ജല്ലിക്കെട്ടിനെ BJPക്ക് അനുകൂലിക്കാം ഒരു വിഭാഗത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായി? പക്ഷേ ബലി പെരുന്നാൾ ഒരു വലിയ ആഘോഷം, ഇന്ത്യയിലെ 15 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ ആഘോഷിക്കുന്ന ഒരു ആഘോഷത്തോടനുബന്ധിച്ച് ബലികർമ്മം പാടില്ല എന്നതിലേക്കല്ലേ ഇത് കൊണ്ടുചെന്നെത്തിക്കുക? മതവിഭാഗങ്ങൾക്കിടയിൽ നിന്നും മതസംഘടനകൾക്കിടയിൽ നിന്നും ഇതിനെതിരെ അത്ര ശക്തമായ ഒരു എതിർപ്പ് കേരളത്തിൽ ഉയരുന്നുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്? DYFIയോ CPIM പോലെയുള്ള കക്ഷികളും ഭരണവുമാണ് ഇതിനകത്ത്. അങ്ങനെ തന്നെയാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. മുസ്ലിങ്ങളുടെ കാര്യം മുസ്ലിങ്ങളല്ല സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. പ്രത്യേകിച്ച് മോഡി ഭരിക്കുന്ന ഈ സമയത്ത് ആ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത്
ഭൂരിപക്ഷ മതസമുദായത്തിൽ നിന്നുള്ള മതനിരപേക്ഷവാദികളാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ കാണുന്നത്. ഇന്ത്യയിലെ ഒരു പൊതുസാമാന്യത്തെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ടത്. അവിടെ മുസ്ലിങ്ങളുടെ വോട്ട് പോലും ഈ BJPയുടെ വർഗീയത പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് ഊർജ്ജം സംഭരിച്ചുകൊണ്ടായിരിക്കില്ലേ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇവർ പോകുന്നുണ്ടാവുക? അതൊക്കെ എന്തുകൊണ്ടാണ് അവിടെ സംഭവിച്ചത്? വലിയ വിജയം BJP ഉത്തർപ്രദേശിൽ നേടി. മൊത്തം പോൾ ചെയ്യപ്പെട്ട വോട്ടിൻ്റെ 39% അവർക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ. അതൊക്കെ ഒരു കാരണമാണ്. 39% ഒരു പോൾ ചെയ്യപ്പെട്ട. അതെ, അവിടെ തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കാൻ വേണ്ടി ചെന്ന ആളുകളോട് ഞാൻ അന്വേഷിച്ചപ്പോൾ BJP 15,000 വോട്ടും ജയിക്കുന്നു. തൊട്ടടുത്ത് അഖിലേഷ് യാദവിൻ്റെ പാർട്ടി 20,000 വോട്ട് BSPക്ക് കിട്ടുന്നു. സലാഹുദ്ദീൻ ഉവൈസിയുടെ രൂപം കൊടുത്ത മജ്ലിസിന് 10,000 വോട്ട് കിട്ടുന്നു. ഈ വോട്ടുകൾ ഒരുമിച്ച് നിന്നാൽ BJPയുടെ വോട്ടിനെ കവർ ചെയ്യാൻ വേണ്ടി കഴിയും. അത് ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും ഇത് ഒരുമിച്ച് നിൽക്കണം അല്ലേ? ചരിത്രപരമായി ഇവർ ഒരുമിച്ച് നിൽക്കാത്ത പാർട്ടികളാണ്. എന്നിട്ടും BJPക്ക് വിജയം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എന്താണ് പാഠം ഉൾക്കൊള്ളേണ്ടത്? മതനിരപേക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോകരുത്, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഹൈന്ദവ സമുദായത്തിലെ ഭൂരിപക്ഷം വരുന്ന ആളുകൾ BJPയുടെ ചിന്തയെയോ RSSൻ്റെ ചിന്താഗതികളെയോ അനുകൂലിക്കുന്നവരല്ല. ആ വിഭാഗവുമായി യോജിച്ച് നിന്നുകൊണ്ടല്ലാതെ ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന കാലത്ത് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാനോ അവകാശങ്ങൾ നേടിയെടുക്കുവാനോ കഴിയില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം. BJPക്കെതിരെ ഒരു പൊതുധാരയുണ്ടാകണം എന്ന് പറയുകയുണ്ടായി. കഴിഞ്ഞ പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കണ്ടത് CPM പല മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ദേശീയ തലത്തിൽ തന്നെ മമതാ ബാനർജി ഉണ്ടെങ്കിൽ ആ യോഗത്തിൽ ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് CPMൻ്റെ ജനറൽ സെക്രട്ടറി പറയുകയുണ്ടായി. കോൺഗ്രസിനോട് യോജിക്കണം എന്ന് CPI ആവശ്യപ്പെടുമ്പോഴും അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് കേരളത്തിലെ CPM ഉൾപ്പെടെ രംഗത്ത് വരുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പൊതുധാരയ്ക്കെതിരെ CPMനകത്തൊരു വികാരമുണ്ടെന്ന് താങ്കൾ വിലയിരുത്തുന്നുണ്ട്? അങ്ങനെയല്ല. ഇക്കാലം അത്രയും ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളോ സാമൂഹ്യ സാഹചര്യങ്ങളോ അല്ല നമ്മളുടെ രാജ്യത്ത് ഉരുത്തിരിഞ്ഞു വരുന്നത്. തീർച്ചയായും അത് മനസ്സിലാക്കി എക്കാലത്തും പ്രവർത്തിച്ചിട്ടുള്ള പാർട്ടിയാണ് ഇടതുപക്ഷ പാർട്ടികൾ, വിശിഷ്യ CPIM. നമുക്കറിയാമല്ലോ, ഒന്നാം UPA ഗവൺമെൻറ് CPIMൻ്റെ ത്യാഗ മനോഭാവം ഇല്ലായിരുന്നു എങ്കിൽ ആ സർക്കാർ ഉണ്ടാകുമായിരുന്നില്ല. സത്യത്തിൽ ആ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ BJP രാജ്യത്ത് അധികാരത്തിൽ വരേണ്ടതായിരുന്നു. ഒരു മഹാഗഠബന്ധൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധി പാർലമെൻറ്റ് ഹൗസിൽ വിളിച്ചു ചേർത്ത യോഗത്തിലൂടെ ഉണ്ടായി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷണം. ആ നിലയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും BJPക്ക് എതിരായി ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ അത് മറുപക്ഷത്തൊരു കൺസോളിഡേഷൻ ഉണ്ടാക്കുമെന്ന് ഭയപ്പെടേണ്ടതല്ലേ? 2 വർഷം കാത്തു നിൽക്കുന്നു ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്. അപ്പോൾ ആ നിലയിൽ ഇതൊരു ഹിന്ദു വിരുദ്ധ മുന്നണിയാണ്. ഇപ്പോൾ ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ളൊരു വിലയിരുത്തൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒന്നിച്ചു ചേർന്നപ്പോൾ അതൊരു ഹിന്ദു വിരുദ്ധ മുന്നണിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവർ പോലും കോൺഗ്രസിന് വോട്ട് ചെയ്യാതായി, സമാജ്വാദി പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവർ പോലും ആ നിലയിലൊരു ഹിന്ദു വിരുദ്ധ മുന്നണിയായി ഇതിനെ പ്രൊജക്റ്റ് ചെയ്യാൻ BJPക്ക് കഴിയില്ലേ? അതൊരു ബുദ്ധിപരമായ തീരുമാനം തന്നെ ആകുമോ? BJP ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന് അധികകാലമൊന്നും ഇന്ത്യയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. എല്ലാ ഇത്തരത്തിലുള്ള ഏകഛത്രാധിപതികളുടെയും ഉയർച്ചയ്ക്ക്, അവരുടെ വളർച്ചയ്ക്ക് എല്ലാറ്റിനും ഒരു അപ്പെക്സ് ഉണ്ട്. ഒരു ഉച്ചിയിലെത്തിയാൽ അത് പിന്നെ താഴേക്ക് വരാൻ വേണ്ടി തുടങ്ങും. രാജ്യസ്നേഹം ആളിക്കത്തിച്ചാണല്ലോ ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിൽ വന്നത്. അതിനും ഒരു ആയുസ്സുണ്ടായിരുന്നു. ഹിറ്റ്ലർ അടക്കമുള്ളവർ ഉപയോഗിച്ചിട്ടുള്ള തന്ത്രങ്ങൾ അത് ഒരു കാലഘട്ടത്തിന് തന്ത്രങ്ങളായിരുന്നു. പുതിയ കാലത്തെ ഫാസിസ്റ്റുകൾ ആ തന്ത്രങ്ങളെ കൂടി അതിലംഘിച്ചുകൊണ്ട് തങ്ങളുടെ അധികാരത്തെ ഒരു ശാശ്വതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അജണ്ടകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആ അജണ്ടകൾ മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് പഴയ തത്വശാസ്ത്രങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ആരോപണം വരുന്നുണ്ട്. ഒരിക്കലുമല്ല, ഞാൻ കരുതുന്നില്ല അങ്ങനെ. സോവിയറ്റ് റഷ്യക്ക് ഒരു ആയുസ്സുണ്ടായിരുന്നു 70 വർഷം. 70 വർഷം കഴിഞ്ഞപ്പോൾ സോവിയറ്റ് റഷ്യ ഇല്ലാതായി. ഇത് എക്കാലത്തേക്കും ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന, സംഭവിക്കാൻ പോകുന്ന ഒരു ശാശ്വത സംവിധാനമാണ് എന്ന് ആരും കരുതേണ്ടതില്ല. വരാൻ പോകുന്ന 1 or 2 തെരഞ്ഞെടുപ്പുകൾ, ആ 2 തെരഞ്ഞെടുപ്പുകളും കൂടി കഴിഞ്ഞാൽ BJPയുടെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയം അതിൻ്റെ ഏറ്റവും വലിയ പതനത്തിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി. കോൺഗ്രസ് ആയിരുന്നു കഴിഞ്ഞ 10-60 വർഷക്കാലം രാജ്യത്തെ നിയന്ത്രിച്ചിരുന്നത്. സംഘടനാശേഷി പരമാവധി ഉപയോഗപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാകണം. അതുകൊണ്ടായിരിക്കണം ഈ രാജ്യം മുഴുവൻ ആ പാർട്ടിയുടെ കൊടിക്കീഴിൽ നിന്നത്. ഇന്നിപ്പോൾ RSSൻ്റെ സംഘടനാ ശക്തിക്കുള്ളിലാണ് BJP പ്രവർത്തിക്കുന്നത്. ഇത് കുറെ കൂടി
യഥാർത്ഥത്തിൽ അടിവേരുകൾ ഉണ്ടാക്കാൻ അവരെ സഹായിക്കില്ലേ? സംഘപരിവാറിൻ്റെ പ്രത്യേകിച്ച് RSSൻ്റെ കുടക്കീഴിലുള്ള സംഘടന എന്നുള്ള നിലയിൽ അവരുണ്ടാക്കുന്ന ഓരോ ബൂത്തിലും അവരുണ്ടാക്കുന്ന ചലനം എന്ന് പറയുന്നു, ഓരോ ബൂത്തിലും അവരുണ്ടാക്കുന്ന ഒരു എന്താ പറയുക ആശയപ്രചാരണം, അത് കുറേ കാലം നിൽക്കുകയും അതൊരു രാജ്യത്തെ വേറൊരു സ്ഥലത്ത് ഇനി എവിടെയെങ്കിലും വെച്ച് തകർച്ച ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഒരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ 2 വർഷത്തെ കാലഘട്ടം 3 വർഷത്തെ കാലഘട്ടത്തിലാണ് നമ്മൾ ഇത്രയധികം മാറ്റങ്ങൾ കണ്ടത്. കുറേയധികം കാലം ഉണ്ടാകുമ്പോൾ ഇതൊരു ഹിന്ദു രാഷ്ട്രമായി മാറുകയും അത് ഇറാനോ മറ്റോ രാജ്യമോ ഒക്കെ പോലെ തന്നെയും ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നമുക്കൊരു തിരിച്ചുവരവുണ്ടാവുമോ? ഇന്ത്യയിൽ അങ്ങനെ സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ കുറവാണ്. കാരണം ഒരു ഘട്ടത്തിലും ഇന്ത്യ പൂർണ്ണമായ മതാധിഷ്ഠിതമായ കാഴ്ചപ്പാടുകൾക്ക് വശപ്പെട്ടു കൊടുത്തിട്ടില്ല. പ്രാചീന കാലത്തും കൊടുത്തിട്ടില്ല, മധ്യകാലഘട്ടത്തിലും കൊടുത്തിട്ടില്ല. മതത്തിനും ജാതിക്കും അപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ഭരണവുമായി ബന്ധപ്പെട്ട് എന്നും നമ്മളുടെ നാട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ പരാജയവും അവിടെ തന്നെയാണ്. RSSനെ അതിൻ്റെ സമ്പൂർണ്ണതയിൽ ഉൾക്കൊള്ളാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല. നെഹ്റുവിന് ശേഷം RSSൻ്റെ അപകടത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു നേതാവ് കോൺഗ്രസ്സിന് ഉണ്ടായില്ല. RSS വളരെ ഡീപ്പ് റൂട്ടഡായി ജനങ്ങളെ മാനസികമായി ഒരു മതനിരപേക്ഷ വിരുദ്ധ നിലപാടിലേക്ക് നയിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ മതനിരപേക്ഷ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്താനുള്ള പ്രയത്നങ്ങൾ, ക്യാമ്പയിനുകൾ കോൺഗ്രസ് ഒരു ഘട്ടത്തിലും നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം BJP കേവലം ഒരു ഓൾട്ടർനേറ്റീവ് പാർട്ടി മാത്രമായി മാറുന്നത്. അത് ഈ രാജ്യത്ത് RSSകാരെ പോലെ തന്നെ ആ നിലയിൽ ഒരു പ്രത്യയശാസ്ത്ര ക്യാമ്പയിൻ നടത്തിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇത്തരമൊരു സമീപനം കോൺഗ്രസ്സും സ്വീകരിച്ചിരുന്നു എങ്കിൽ അന്ന് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ കളിയാക്കുമായിരുന്നു. നിങ്ങളെന്തിനാണ് ഈ യോഗങ്ങൾ നടത്തുന്നത്? നിങ്ങളെന്തിനാണ് ഈ സ്റ്റഡി ക്ലാസ്സുകൾ നടത്തുന്നത്? തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഇതൊക്കെ വേണോ? തെരഞ്ഞെടുപ്പ് ജയിക്കൽ മാത്രമല്ല ഒരു പാർട്ടിയുടെ കേരളത്തിൽ നിന്നുകൊണ്ട് KT ജലീലിന് ഇത് പറയാം, ബംഗാളിലേക്ക് നോക്കിയാൽ അങ്ങനെ പറയാൻ പോലും കഴിയില്ല. ബംഗാളിൽ എന്നാൽ പോലും ഞാൻ പറയുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി ഏറ്റുവാങ്ങി ബംഗാളിൽ. പക്ഷേ ആ തോൽവി ഏറ്റുവാങ്ങിയപ്പോഴും അവിടെ BJP അധികാരത്തിൽ വന്നില്ല എന്ന് നാം BJP ഏറ്റവും വലിയ പ്രതിപക്ഷമായി ഉയർന്നു കഴിഞ്ഞു. ശരി, പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ, കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളിൽ സംഭവിച്ചതുപോലെ അങ്ങനെ ഒരു സ്വീപ്പിംഗ് ആയിട്ടുള്ള മുന്നേറ്റം ബംഗാളിൽ BJPക്കോ RSSനോ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ബംഗാൾ തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഒരു വർഷത്തെ സംസ്ഥാന ഭരണത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും KT ജലീലും വ്യക്തിപരമായും ഒരു പൂർണ്ണമായ തൃപ്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മന്ത്രിസഭയോടുണ്ടോ? എന്തുകൊണ്ടില്ല? ഈ നാട്ടിലെ സാധാരണക്കാർ, പാവപ്പെട്ടവർ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രാമുഖ്യം ഈ ഗവൺമെൻറ് നൽകി. സത്യത്തിൽ അതല്ലേ സംഭവിച്ചത്? ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം എത്ര തദ്ദേശ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു? ഏറ്റവും അവസാനം എന്തൊക്കെ വാദകോലാഹലങ്ങൾ, വിവാദങ്ങളുടെ കൊടുങ്കാറ്റുകൾ അഴിച്ചുവിടപ്പെട്ട പശ്ചാത്തലത്തിലാണ് 12 വാർഡുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. 8 വാർഡുകളിൽ ഇടതുപക്ഷം ജയിച്ചു. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നടന്ന എല്ലാ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിനാണ് മേൽക്കൈ. മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നു. കഴിഞ്ഞ തവണ UDFന് ലഭിച്ച ഭൂരിപക്ഷം എന്തുകൊണ്ട് അവിടെ UDFന് ഇത്തവണ കിട്ടിയില്ല? 1,93,000-ലധികം വോട്ടുകൾ അവിടെ ഭൂരിപക്ഷം കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കിട്ടിയിരുന്നു എങ്കിൽ തീർച്ചയായും പറയാമായിരുന്നു മലപ്പുറത്തെ ജനങ്ങൾ ഭരണവിരുദ്ധമായി ചിന്തിക്കുന്നവരാണ് എന്ന്. 1,00,000 വോട്ടുകളാണ് മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇടതുപക്ഷത്തിന് അവിടെ കൂടുതൽ കിട്ടിയത്. ഉണ്ടാക്കുന്ന വിവാദങ്ങളൊന്നും പാവപ്പെട്ടവരുടെ ജീവൽഗന്ധിയായിട്ടുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ്. സാധാരണക്കാരൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം വരേണ്ടത് അഴിമതിയാണ്. കഴിവുകെട്ടവനാണ് എന്ന് തന്നെ വിലയിരുത്തിയാൽ പോലും കുഴപ്പമില്ല. ഒരു അഴിമതി മന്ത്രിയായി ഞാൻ ഇറങ്ങില്ല എന്ന് താങ്കൾ നേരത്തെ പറയുകയുണ്ടായി. അഴിമതി പോലെയുള്ള പ്രശ്നങ്ങളില്ലാത്തതാണോ ഈ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട മേന്മ? തീർച്ചയായും ഈ നാട്ടിൽ അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടിയെടുക്കാൻ ഒരു ഗവൺമെൻറ് ഉണ്ട്, ഒരു സംവിധാനമുണ്ട് എന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നിയില്ല. പക്ഷെ ഒരു വർഷത്തെ കണക്കെടുക്കുമ്പോൾ ഏറ്റവും അധികം അഴിമതി നടന്ന ഒരു വകുപ്പ് തദ്ദേശ ഭരണ വകുപ്പാണെന്നാണ് വിജിലൻസ്. തദ്ദേശ സ്വയംഭരണ വകുപ്പല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് 10,000 രൂപ പോയിട്ട് 10 രൂപയുടെ AS കൊടുക്കാൻ പോലും മന്ത്രിക്ക് അധികാരമില്ല. ലഭിക്കുന്ന 6,000-ലധികം കോടി രൂപ
വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വീതിച്ചു നൽകുകയാണ്. ഏതാണ്ട് 10-25,000-ഓളം ജീവനക്കാർ, അത്ര തന്നെ ജനപ്രതിനിധികൾ ഉള്ള ഒരു സംവിധാനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അവിടെ അഴിമതി നടക്കുന്നുണ്ട്, കാലാകാലങ്ങളായിട്ട് അഴിമതി നടക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് മാറ്റാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഞങ്ങൾ. ഏതാണ്ട് 16ഓളം ഉദ്യോഗസ്ഥന്മാരെ ഇതിനകം ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു, അഴിമതി നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ. ഫോർ ദി പീപ്പിൾ എന്ന് പറയുന്ന ഒരു വെബ് പോർട്ടൽ ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി തുറന്നു കാണിക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് അവസരമൊരുക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായി ഞങ്ങൾ ആരംഭിച്ചു. ആദ്യം കിട്ടിയ പരാതി കോഴിക്കോട് ജില്ലയിലെ ഒരു പഞ്ചായത്തിലെ സെക്രട്ടറിയെക്കുറിച്ചാണ്. ഉടനടി ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. 2 ദിവസത്തിനകം ബന്ധപ്പെട്ട സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു. നേരത്തെ മലപ്പുറം രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ 1 ലക്ഷം വോട്ട് കൂടിയത് വലിയ അഭിമാനകരമായ നേട്ടമായി തങ്ങൾ ഇങ്ങനെ അല്പം വോട്ട് കൂടുക എന്നതിനപ്പുറത്തേക്ക് മലപ്പുറം തിരികെ പിടിക്കാൻ കഴിയും. ഒരു ഘട്ടത്തിൽ CPM-ൻ്റെ കയ്യിലേക്ക് വന്നു എന്ന് നമ്മൾ കരുതിയ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആളുകൾ ന്യൂനപക്ഷങ്ങൾ വരുന്നു എന്ന് കരുതിയ ആ മേഖലയിൽ 1 ലക്ഷം വോട്ട് 2 ലക്ഷം വോട്ടിൻ്റെ തോൽവി തന്നെ വലിയ ആശ്വാസകരമായ കാര്യമായിട്ടാണോ ഇപ്പോഴും KT ജലീൽ വിലയിരുത്തുന്നത്? അംസാക്ക ജയിച്ച തെരഞ്ഞെടുപ്പിൽ മഞ്ചേരി പാർലമെൻറ്റ് മണ്ഡലം, അന്ന് ബേപ്പൂർ നിയോജക മണ്ഡലം, കുന്നമംഗലം നിയോജക മണ്ഡലം, നിലമ്പൂർ, വണ്ടൂർ, ഇതെല്ലാം ആ മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു. അന്ന് ആ മേഖലയിലൊക്കെ ഇടതുപക്ഷത്തിന് ശക്തമായിട്ടുള്ള വേരുകളുണ്ട്, അടിത്തറയുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ശക്തി കൊണ്ടുകൂടി നേടിയ വിജയമായിരുന്നു അത്. ആ കാലത്ത് മഞ്ചേരി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ലീഗ് ജയിക്കാറുള്ളത് 40,000 വോട്ടിനും 50,000 വോട്ടിനും 60,000 വോട്ടിനും ഒക്കെ തന്നെയാണ്. അതാണ് ഒരു വ്യത്യാസമെന്ന് പറയുന്നത്. അത് മാറുക എന്ന് പറയുന്നത് വലിയ പ്രയാസമല്ല ഇന്നാണെങ്കിൽ പോലും. പക്ഷെ മലപ്പുറത്തിന്റെ പേരിൽ വലിയ വർഗീയവൽക്കരണം നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ക്ഷേത്രത്തിന് നേരെ ആക്രമണമുണ്ടായി. അത് മുസ്ലിം മതവിശ്വാസികൾ ചെയ്തതാണെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയ മുഴുവനും പ്രചരണവും. അടുത്ത മാപ്പിള ലഹളയ്ക്ക് സമയമായി, കലാപത്തിന് സമയമായി എന്ന തരത്തിലുള്ള ആഹ്വാനവുമുണ്ട്. ഇതൊന്നും ശ്രദ്ധയിൽപ്പെടുന്നില്ലേ സർക്കാരിൻ്റെ? മലപ്പുറത്ത് നിങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. മലപ്പുറത്ത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ഘട്ടത്തിൽ പോലും എടുത്തു പറയത്തക്ക ഒരാക്രമണം നടന്നിട്ടില്ല. ഒരു കയ്യേറ്റം ഹൈന്ദവ സമുദായ അംഗങ്ങൾക്കെതിരായിട്ടോ BJP-ക്കാർക്കെതിരായിട്ടോ RSS-കാർക്കെതിരായിട്ടോ പോലും ഉണ്ടായിട്ടില്ല. ഇന്നത്തെ സ്ഥിതി അതല്ലല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സ്വാധീനം ചെലുത്താൻ കഴിയും. ഇന്നൊക്കെ എന്താന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കി ആളുകളെ ഭിന്നിപ്പിക്കുക, ക്ഷേത്രങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് മുസ്ലിങ്ങളാണെന്ന് വരുത്തുക, അതിനൊക്കെയുള്ള നീക്കങ്ങൾ ഉത്തരേന്ത്യയിൽ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടല്ലാതെ ഇതിനെ മറ്റൊന്നിൻ്റെ സൂചനയായിട്ട് കാണേണ്ട കാര്യമേ ഇല്ല. നേരത്തെ ചോദിച്ചിരുന്നു PK കുഞ്ഞാലിക്കുട്ടി ദേശീയ തലത്തിലേക്ക് പോകുന്നത് UDF-ൽ വലിയ ചർച്ചയായിരുന്നു. ഉമ്മൻചാണ്ടി നേരിട്ട് തങ്ങളെ കണ്ട് അത് വിടരുത്, അങ്ങനെ അങ്ങ് വിട്ടുകളയരുത് എന്ന് പറയുകയുണ്ടായി. കുഞ്ഞാലിക്കുട്ടി അങ്ങനെ ഡൽഹിയിലേക്ക് കളം മാറുന്നതിനോട് KT ജലീലിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്താണ്? അഹമ്മദ് സാഹിബ് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് പോന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന് കുഞ്ഞാലിക്കുട്ടിയെപ്പോലെ ഒരാളെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് അവരുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പാർലമെൻറ്റിൽ വലിയ പ്രഭാഷണം നടത്തി സേട്ടു സാഹിബിനെ പോലെയോ അല്ലെങ്കിൽ ബനാത്തുവാല സാഹിബിനെ പോലെയോ ഒന്നും ശ്രദ്ധ പിടിച്ചു പറ്റാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നുറപ്പാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മാനേജ്മെൻറ്റ് വൈദഗ്ധ്യമുണ്ട്. വിവിധ പാർട്ടികളെ, വിവിധ വ്യക്തികളെ, അവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നേതൃപാഠവ നൈപുണ്യമുണ്ട്. ആ നൈപുണ്യം ഉപയോഗപ്പെടുത്തി ലീഗിന് ദേശീയ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ഒരുപക്ഷെ ലീഗ് പരീക്ഷിക്കുകയാകാം. കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃപാഠവത്തിൻ്റെ ഒരു ആരാധകനാണോ KT ജലീൽ? അങ്ങനെയല്ല. നമ്മൾ അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിൽ നിന്നു, ഞാൻ ജയിച്ചു എന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷേ എന്നാൽ പോലും നമ്മളുടെ എതിരാളിയുടെ കഴിവിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഹീസ് എ ഗുഡ്, നല്ല എന്താ പറയുക, ലീഗിനെ പോലെ ഒരു പാർട്ടിയെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നയിക്കാൻ പറ്റുന്ന ഒരാളാണ് കുഞ്ഞാലിക്കുട്ടി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു നേതൃശേഷിയോ അല്ലെങ്കിൽ ആ ഒരു രീതിയോ ആണോ KT ജലീലിനെ ആ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് ചാടിച്ചത്? അങ്ങനെയല്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് എല്ലാ മനുഷ്യർക്കും നേതൃപാഠവം എന്നുള്ള നിലയിൽ ഉണ്ടാകുന്ന 2 തരത്തിലുള്ള കഴിവുകളുണ്ട്. ഒന്ന്
ഞാൻ പറയുന്നത് മാത്രം എല്ലാവരും കേൾക്കണം എന്നുള്ള ഒരു ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഞാനിരിക്കുമ്പോൾ ആ പ്രമേയം വരെ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കൺസൾട്ടേഷന് ശേഷമാകണം എന്നുള്ള രീതിയിൽ അദ്ദേഹം ചിന്തിക്കുകയും അത് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ അന്ന് അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം കമ്മിറ്റിയിലെ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് നമുക്കൊരു പ്രമേയം ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ പത്രങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രസ് റിലീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ കഴിയും. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഞാൻ അദ്ദേഹത്തിനെതിരായിട്ട് നീങ്ങുകയാണ് എന്ന്. ആ ഒരു ധാരണയാണ് സത്യത്തിൽ ഒരു സംഘർഷമായിട്ട് ഒരു അകൽച്ചയായിട്ട് രൂപപ്പെട്ടതും പിന്നീട് അദ്ദേഹത്തിനെതിരായി മത്സരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എന്നെ നയിച്ചത്. ഇപ്പോൾ കെ ടി ജലീൽ ഇതിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുമ്പോൾ ആ ഒരു പാത വളരെ സ്മൂത്തായിരുന്നു. ഒരു എടുത്തുചാട്ടം എന്ന നിലയിൽ നമുക്ക് തോന്നാം മറ്റൊരു പാർട്ടിയാണ് നല്ലത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ നേരെ തിരിച്ചാണെങ്കിൽ പോലും അവിടെ വന്ന് വീഴുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാവുക. പക്ഷേ കെ ടി ജലീലിന് അങ്ങനെ കാണുന്നതായി ആർക്കും പുറത്തുനിന്ന് ഒരാൾക്ക് തോന്നുന്നില്ല. എങ്ങനെയാണ് അത് സുഗമമാക്കിയത്? എനിക്ക് സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പുറത്തു നിന്ന് ഞാൻ നോക്കിക്കണ്ട ഒരു ഘട്ടമുണ്ടായിരുന്നു. യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഉൾപ്പെടെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഞാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷേ CPIM-ൽ വന്നു, CPIM-മായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ സത്യത്തിൽ ലീഗിൽ നമുക്ക് കിട്ടിയതിനേക്കാളും പരിഗണനയും ന്യൂനപക്ഷ പ്രശ്നങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിനോടുള്ള പാർട്ടിയുടെ സമീപനവും എന്നെ സത്യത്തിൽ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. 3ാമത്തെ ടേമാണല്ലോ ഞാൻ MLA ആകുന്നത്. 2 ടേമുകളിൽ അതെനിക്ക് വ്യക്തമായും ബോധ്യമായിട്ടുണ്ട്. പലരും പറയും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ധാർഷ്ട്യത്തെക്കുറിച്ചും അഹങ്കാരത്തെക്കുറിച്ചും ഒക്കെ. പക്ഷേ ഞാൻ ഇടപെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാരും നമ്മളോട് അങ്ങനെ ഒരു ആജ്ഞാസ്വരത്തിലൊരു കാര്യം പറയുകയോ അല്ലെങ്കിൽ ഇന്നത് തന്നെ വേണമെന്ന് ശഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ പാർട്ടിയുടെ സംഘടനാ തലത്തിൽ എന്തുകൊണ്ടാണ് ഇനിയും സജീവമാകാനൊന്ന് അറച്ചു നിൽക്കുന്നത്? എന്തിനാണ് അങ്ങനെ സംഘടനാ തലത്തിലേക്ക് പോകുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അതിനൊരു സംഘടനാ സെറ്റപ്പ് ഉണ്ടാകാം. പക്ഷേ അവരുയർത്തിപ്പിടിക്കുന്ന ഒരു ആശയമുണ്ട്, ഒരു ചിന്താഗതിയുണ്ട്. ആ ചിന്താഗതിയാണ് വളരെ പ്രധാനം. ആ ചിന്താഗതിയുമായി സഹകരിച്ചു പോകാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ രാജ്യത്ത് ഇപ്പോൾ ഓരോരുത്തർക്കും വേണ്ടത്. അങ്ങനെ സഹകരിച്ചു പോകാൻ കഴിയുന്നത് കൊണ്ടാണ് CPIM-ൽ മെമ്പർഷിപ്പ് എടുക്കാതെ തന്നെ CPIM-ൻ്റെ ഒരു ഫെലോ ട്രാവലറായി, സഹയാത്രികനായി എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. വളരെ നന്ദി കെ ടി ജലീൽ. ശരി, താങ്ക് യു.